പാട്ട് കേൾക്കാതെ തന്നെ അവർ ഓൾറെഡി ഓഫർ ചെയ്തു. പാട്ട് കേട്ടതിന് ശേഷം അവര് അതായത് നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ എവിടെയും പറഞ്ഞിട്ട് എക്സ്ക്ലൂസീവ് ഫോർ മീര നായർ. വിഷ്ണു ഒരു കോളില് മൂഡ് ജസ്റ്റ് ഒരു ചിലപ്പോൾ ഒരു 10-20 സെക്കൻഡ് പറഞ്ഞിരുന്നതായിരിക്കും. പക്ഷെ എക്സാക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അല്ല വിഷ്ണു, അപ്പൊ നീ അത് പറഞ്ഞത് ഞാനല്ല. വരത്തൻ പോലുള്ള പടങ്ങളും അങ്ങനെയുള്ള സിനിമകൾ വന്നിട്ട് മലയാള സിനിമയുടെ സംഗീതം മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഒരു 10 years, 10 അല്ല, ഓൾമോസ്റ്റ് ഒരു 2017-18 ഒരു പുതിയ സൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ ധൈര്യപ്പെട്ടു ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്. ഒരു ഫാക്ട് ഉണ്ടോ, ഗോകുൽ സുരേഷിന് ഈ പടത്തിൽ കാണുമ്പോൾ നമുക്ക് പഴയ സുരേഷ് ഏട്ടനെ AI ചെയ്ത് വെച്ചോലെ ഉണ്ടാവും. നമ്മള് സുമതി വളവിലേക്ക് കൊണ്ടുപോയ ആളെ, ഒറിജിനൽ സുമതി വളവ് ഞങ്ങൾ ഒരുമിച്ച് രാത്രി അർജുനുണ്ട് വേറൊരു ഫംഗ്ഷന് പോയതാ. ആ വഴി രഞ്ജനിയും സുമതി വളവിലേക്ക് ഭയങ്കര പേടിയാ. സിനിമ ഇറങ്ങിയിട്ട് ആ എക്സ്പീരിയൻസ് എസ്പെഷ്യലി മലയാള സിനിമ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നതും എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ആ കുറവ് മാത്രം ഹൈലൈറ്റ് ചെയ്ത് പലപ്പോഴും പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റും, ഇപ്പോൾ പ്രത്യേകിച്ചും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അതിനെല്ലാം മറികടന്ന് നമ്മളിവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഞാനിവിടെ വന്നു, ഇതൊക്കെയാണ് എൻ്റെ സംഗീതം, നിങ്ങൾ സ്വീകരിച്ച സന്തോഷം എന്നുള്ള രീതിയിൽ നമ്മളത് പ്രസൻറ്റ് ചെയ്തു. ഹലോ ആൻഡ് വെൽക്കം ടു എ വെരി ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് നറേഷൻസ് വിത്ത് മീര നായർ. ഇന്ന് നമ്മളോടൊപ്പം 2 അതിഥികളാണ്. സുമതി വളവ് എന്ന പുതിയ സിനിമയുടെ വിശേഷങ്ങളുമായി ഡയറക്ടർ വിഷ്ണു ശശിശങ്കറും അതിൻ്റെ മ്യൂസിക് കമ്പോസർ രഞ്ജൻ രാജുവാണ്. വിഷ്ണു ആൻഡ് രഞ്ജൻ, വെൽക്കം ടു നറേഷൻസ് വിത്ത് മീര നായർ. താങ്ക് യു സോ മച്ച് ഫോർ ടേണിംഗ് അപ്പ്. ബിക്കോസ് ഈ ഒരു ഷോർട്ട് നോട്ടീസിലാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്തതും ഞാൻ മെസ്സേജ് അയക്കുന്നതും ഷടപടയും നമുക്കെല്ലാം ഇവിടം വരെ എത്തി നിൽക്കുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ടേണിംഗ് അപ്പ് ബോത്ത് ഓഫ് യു. ഇത്രയും ഒരു ടൈറ്റ് സ്കെഡ്യൂളിനിടയിൽ സുമതി വളവിൻ്റെ വിശേഷങ്ങൾ എവിടം വരെയൊക്കെ എത്തി നിൽക്കുന്നു? ഇപ്പോൾ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സോളിഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അറ്റ് പ്രസൻറ്റ്. അപ്പോൾ രഞ്ജൻ്റെ RR വർക്ക് പോകുന്നു, എല്ലാം ടേബിളിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഇറക്കാനുള്ള ഇതിൽ നിൽക്കുകയാണ്. അതെ, ശരിക്കും വിഷ്ണുവിൻ്റെ 2ാമത്തെ സിനിമയാണ് സുമതി വളവ്. അതെ, ആദ്യത്തെ മാളികപ്പുറമായിരുന്നു. എല്ലാവരും എനിക്ക് തോന്നുന്നു ഒരു പ്രായഭേദമന്യേ വളരെയധികം കേരളക്കരയിൽ എല്ലാവരും ഇതിനെ സ്വീകരിച്ച് വളരെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു സിനിമയായിരുന്നു മാളികപ്പുറം എന്ന് എനിക്ക് അക്ഷരം തെറ്റ് കൂടാതെ തീർച്ചയായിട്ടും പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. അത് ശരിക്കും അങ്ങോട്ടേക്ക് എത്താൻ ആ ഒരു കഥ ആ ഒരു സമയത്ത് നമുക്ക് എനിക്ക് നമ്മളൊരു പണ്ട് ഈ ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ള നമ്മൾ കുറേയേറെ നമ്മൾ സീരിയൽ ഭാഗങ്ങളിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിലോട്ട് ശരിക്കും ഒരു സിനിമയായിട്ട് ഈ ഒരു കഥ എടുക്കാം എന്ന് എന്തൊരു ഫാക്ടറാണ് ശരിക്കും ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്? കഥ തന്നെയാണ് എൻ്റെ മെയിൻ റീസൺ. കാരണം എനിക്ക് മാളികപ്പുറം എന്നുള്ള കഥ കേൾക്കുമ്പോൾ എനിക്ക് ഭക്തിയുടെ ഒരു എലമെൻ്റ് ഉണ്ടെങ്കിലും അതൊരു ഒരിക്കലും ഒരു ഭക്തിയുടെ പടം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അഭിലാഷേട്ടൻ ഈ കഥ എന്നോട് പറയുമ്പോൾ എന്നെ അതിൽ ഇൻട്രസ്റ്റ് ആക്കിയേക്കുന്ന അതിലുള്ള ഫാൻറ്റസിയും പിന്നെ അതിലുള്ള അദ്ദേഹം കൊണ്ടുവന്ന ഒരു ഫാൻറ്റസിയിൽ കൊണ്ടുവന്ന അതിനൊരു ലോജിക്കൽ എക്സ്പ്ലനേഷൻ കൊടുത്തതും ആണ് എന്നെ വളരെ ഹുക്ക് ചെയ്യിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പടം 2 ഓഡിയൻസിനും വാച്ചബിളാണ്. ഐ മീൻ ലൈക്ക് ഇപ്പോൾ നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ ഒരു വിശ്വാസിക്കും ഈ പടം എൻജോയ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വിശ്വാസിയല്ല ലോജിക്കാണ് താല്പര്യം അവർക്കും. സോ ദാറ്റ് വാട്ട് ഐ ബിലീവ് ഈസ് അത് തന്നെയാണ് ഈ പടത്തിൻ്റെ ഏറ്റവും ബ്രില്യൻസ് ആയിട്ട് നിൽക്കുന്നൊരു കാര്യം നിൽക്കുന്നു. പിന്നെ ഫാമിലി ഓഡിയൻസിനെ, അതായത് ഇപ്പോഴത്തുള്ള ഒരു ഫിലിം എസ്തറ്റിക്കലായിട്ടുള്ള ആൾക്കാർ നോക്കുന്ന സിനിഫൈലായിട്ടാണ് ഇപ്പോൾ ജനറേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഓഡിയൻസ് അല്ലാതെ ഈ മറന്നുപോയ ഫോർഗട്ടൺ ഓഡിയൻസിനെ തിരിച്ച് കൊണ്ടുവരാനായിട്ടുള്ളൊരു ശ്രമമാണ് മാളികപ്പുറത്തിലൂടെ കൊണ്ടുവന്നത്. അപ്പോൾ നോക്കുമ്പോൾ ശരിയാണ്, അങ്ങനത്തെ ഒരു ഓഡിയൻസ്, അതായത് വയസ്സായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഈ പറഞ്ഞ പോലെ സഹായത്തോടുകൂടി തിയേറ്ററിൽ വന്നത്. അതായത് 10-20 വർഷം മുമ്പ് മക്കളെ ഞാൻ തിയേറ്ററിൽ പോയി പിന്നീട് കാണാൻ മാളികപ്പുറമാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അങ്ങനത്തെ ഒരു ഓഡിയൻസിനെ നമ്മൾ എന്തുകൊണ്ട് മറക്കണം? അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും തോന്നി വൈ നോട്ട് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്തു. പക്ഷേ ശരിക്കും ഇത് കഥ കേൾക്കുമ്പോൾ അഭിലാഷുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ ഈ ഒരു ഹ്യൂമങ്കസ് റെസ്പോൺസിനപ്പുറം വേറെ എന്തെങ്കിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നോ? അല്ലെങ്കിൽ നല്ലൊരു സിനിമ ഞാൻ എൻ്റെ വീട്ടുകാരായിട്ട് കാണുമ്പോൾ സമാധാനമായിട്ട് ഇരുന്ന് കണ്ട് എല്ലാവർക്കും നല്ലൊരു അഭിപ്രായത്തോടു കൂടി വരിക, എല്ലാവർക്കും ഹാപ്പി ആയിട്ട് കാണാൻ പറ്റുന്നൊരു സിനിമയാവണം. അതിൻ്റെ കഥയിൽ ഗംഭീരമായിട്ട് തന്നെ ഉണ്ടായിരുന്നു.
നമ്മൾ മേക്ക് ചെയ്ത് കൊളാക്കിയില്ല എന്നുള്ള വിശ്വാസമുണ്ട്. അതെ, അത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരുടെ റിവ്യൂ കാണുമ്പോഴും അതെ 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 അഭിപ്രായങ്ങൾ കേൾക്കുമ്പോഴും അതെ അതെ അത് തന്നെയാണ് മനസ്സിലാവുന്നത്. അതെ അതെ അത് കാണുമ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ഫാമിലി ഓഡിയൻസിന് വേണ്ടിയിട്ടൊരു സിനിമ എന്ന് തന്നെ നമുക്ക് നേരത്തെ മൈൻഡിലുണ്ടായിരുന്നു അത് ചെയ്യുന്ന സമയത്ത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു സിനിമയിലോട്ട് ഇത്രയും വലിയൊരു ഫീൽഡിലോട്ട് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ പൊതുവെ എല്ലാവരും ഒരു റെഫറൻസ് അല്ലെങ്കിൽ ഒരു ഗൈഡ് ബുക്ക് വേണം. ഒരു വ്യക്തി ആസ് എ പേഴ്സൺ നമ്മൾ എല്ലാവരും കാലെടുത്ത് വെക്കുമ്പോൾ ആഗ്രഹിക്കുന്നവർ തന്നെ ആയിരിക്കും ഭൂരിപക്ഷം വരും. അതിൽ വിഷ്ണുവിന് ശരിക്കും ഒരു ബ്ലസ്ഡ് ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അച്ഛൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി, ലെജൻഡറി ഡയറക്ടർ ശശിശങ്കർ എന്ന് പറയുന്നത് നമുക്ക് വെറുതെ നാരായം അല്ലെങ്കിൽ കുഞ്ഞിക്കൂനൻ, മിസ്റ്റർ ബട്ടിൽ പോലുള്ള സിനിമകൾ കണ്ടാൽ മാത്രം മതി ഇദ്ദേഹത്തിൻ്റെ ഈ ഡയറക്ടറിൻ്റെ ഒരു വ്യക്തി എന്താണ് എന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ ശരിക്കും അച്ഛൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഈ സിനിമയിലോട്ട് എൻ്റെയും കരിയർ ഞാൻ ഇതാണെന്ന് തീരുമാനിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പേഴ്സണാലിറ്റി വൈസ് അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ബിഹേവിയറൽ വൈസ് എന്തെങ്കിലും അച്ഛൻ്റെ സൈഡിൽ നിന്ന് ഇൻകൾക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇന്നതാണ് അച്ഛൻ്റെ ചില കാര്യങ്ങൾ എനിക്കിത് ചോദിച്ചാൽ അച്ഛൻ്റെ ഇപ്പോൾ ഈ ഒരു ലെഗസി ക്യാരി ചെയ്യണമല്ലോ. അപ്പോൾ എനിക്ക് ഈ അച്ഛൻ ചെയ്തേക്കുന്ന കൂടുതലും ദിലീപ് ചിത്രങ്ങളാണ്. അപ്പോൾ ഒരു ദിലീപ് ചിത്രം കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന പലതരം ഡ്രൈവ് ഉണ്ട്. ഐ മീൻ ഗോൾഡൻ ടൈമിലുണ്ടായിരുന്ന ദിലീപ് ചിത്രം ഞാൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നതും ഈ സിനിമകളൊക്കെ തന്നെയാണ്. അതെന്താണ് ഇപ്പം ഇല്ലാത്തതെന്ന് പലപ്പോഴും ഞാനും നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഐ മീൻ ഇപ്പോൾ ആരെയും മോശമായിട്ട് ഞാൻ പറഞ്ഞതല്ല, അങ്ങനത്തെ ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ സിനിമകൾക്ക്. അതെവിടെ പോയി എന്നുള്ളൊരു, അപ്പോൾ നമ്മൾ കഴിയുന്ന രീതിയിൽ അങ്ങനത്തെ പാറ്റേൺ ഓഫ് മൂവീസ് ഒന്ന് കൊണ്ടുവരാം എന്നുള്ള വിചാരിച്ചു. അതോ എനിക്ക് തോന്നുന്നത് അതുമാത്രമാണ് ഞാനിപ്പോൾ അച്ഛൻ്റെ അടുത്ത് നിന്ന് അഡാപ്റ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു ഫിലിം മേക്കിംഗ് ഇന്നത്തെ ആൾക്കാരുടെ ഒരു എസ്തറ്റിക്കൽ ഇത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പഠിക്കുകയും ചെയ്തു. ഞാനൊരു MSc വിഷ്വൽ കമ്മ്യൂണിക്കേഷനൊക്കെ ചെയ്ത് തമിഴിൽ 1-2 സിനിമകളിലൊക്കെ വർക്ക് ചെയ്ത് വിവേക് ഹർഷ് എന്ന് പറഞ്ഞ എഡിറ്ററിൻ്റെ ഒപ്പം അസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇവിടെ വന്നിട്ട് നമ്മുടെ പത്മകുമാർ സാറിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാനൊക്കെ ആയിട്ടൊക്കെ പറ്റി. അപ്പോൾ എല്ലാ ഹോംവർക്ക്സും കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വന്നത്. അപ്പോൾ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്തേക്കുന്നത് നമ്മൾ പറഞ്ഞ പോലെ ഒരു ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള എൻ്റെ ഈ സെക്കൻഡ് സിനിമ ചെയ്യുമ്പോഴും എന്നെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത പടത്തിന് ഇതേ ഓഡിയൻസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവൻ ഇങ്ങനത്തെ ഒരു സിനിമയാണ്, അവരെ ആരും നിരാശപ്പെടുത്തരുത് എന്നുള്ളൊരിതുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഹൗ വി കം അപ്പ് വിത്ത് ആദ്യം ദൈവം, പിന്നെ പ്രേതം. പ്രേതത്തിലോട്ട് നമുക്ക് വരാം, അത് ഞാൻ പക്ഷെ എന്തിനാൽ കൂടെ അച്ഛൻ്റെ അടുത്ത് ഈ ഒരു സിനിമാ മോഹം ഉള്ളിൽ കിടക്കുന്ന കാലം മുതൽ അല്ലെങ്കിൽ അച്ഛനുമായിട്ട് ഡിസ്കസ് ചെയ്യോ ഇപ്പം ഏതെങ്കിലും ഒരു സിനിമയെ പറ്റിയിട്ടോ? ഞാൻ അച്ഛനോട് കുറേ കഥകൾ ചെറുപ്പത്തിൽ ഉള്ള സമയത്ത് ഡിസ്കസ് ചെയ്യായിരുന്നു. പിന്നീട് അച്ഛൻ സിനിമ കാണുന്ന ആളായതുകൊണ്ട് പറയാറുണ്ട്, ഇതാ നീ അത് ആ കഥ എന്നോട് പറയരുത്, അത് ഞാൻ ഓൾറെഡി കണ്ടു. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ കുറച്ചുകൂടിയും സ്ക്രീൻ പ്ലേസ് അഡാപ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ വേറൊരാളുടെ. പക്ഷേ എനിക്ക് സെലക്ഷൻസ് എങ്ങനെ ഒരു സ്ക്രീൻ പ്ലേ സെലക്ട് ചെയ്യണം എന്നുള്ളത് എനിക്ക് പറഞ്ഞു തന്നത് അച്ഛനാണ്. അതായത് ഒരു കഥ കേൾക്കുമ്പോൾ നമ്മളെ ത്രസിപ്പിക്കണം, നമുക്ക് അതിൽ ഒരു കോൺഫിഡൻറ്റ് തോന്നണം. അപ്പോൾ അങ്ങനെ ഒരു ഹുക്ക് എലമെന്റ് ഉണ്ടോ സാധനമുണ്ടോ. അപ്പോൾ എൻ്റെ അഭിലാഷ് ചേട്ടൻ തന്നെ നമ്മളോട് തന്നെ ഒരു 100 കഥകൾ പറയാറുണ്ട്. അതിൽ ത്രസിപ്പിക്കുന്ന കുറച്ച് കഥകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതെ, ഇപ്പോൾ ഫർദർ ഫ്യൂച്ചറിലും ഞാൻ ചെയ്യാൻ പോകുന്ന പ്രോജക്ട്സും എന്നെ ഇതുപോലെ ത്രസിപ്പിച്ച് ഇത് കൊള്ളാമല്ലോ, എല്ലാവർക്കും ഒരേപോലെ അങ്ങനത്തെ ഉള്ള. അതെ അതെ അതെ. അപ്പോൾ ആ ഒരു ഫാക്ടർ എനിക്ക് അച്ഛൻ്റെ അടുത്ത് തന്നെയാണ് കിട്ടിയേക്കുന്നത്. ശരിയാണ്, അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം തന്നെ എല്ലാവർക്കും, മിസ്റ്റർ ബട്ട്ലർ നമുക്ക് കുട്ടികൾക്കും കാണാം, എല്ലാ ഓഡിയൻസിനും ഒരേപോലെ ഇരുന്ന് കാണാം. അതായത് പഴയ ജനറേഷൻ, ന്യൂ ജനറേഷൻ, ഈ ഡിവിഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇല്ല, എല്ലാവർക്കും ഐസ്ക്രീം കഴിക്കണമല്ലോ, കഴിക്കാം. അതെ അതെ ശരിയാണ്. ഇതൊന്ന് രഞ്ജിനും 2018 മുതൽ ഒരു ലാർജർ സ്പേസിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ്. 2018 മുതൽ ശരിക്കും നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നിന്ന് 2018 മുതൽ വരുന്നു, സിനിമകൾ ചെയ്യുന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹമോ ആരുടെയൊക്കെയോ ഒരു ഭാഗ്യം കൊണ്ട് ഒരുപാട് അവാർഡുകൾ കിട്ടുന്നു. ആദ്യത്തെ സിനിമയിലോട്ട് തന്നെ ഒരു ഗോൾഡൻ പീരീഡ് എന്ന് പേഴ്സണലി കരിയർ വൈസ് പറയാൻ പറ്റുന്ന ഒരു ഫേസ് തന്നെയായിരുന്നു രഞ്ജിനെ സംബന്ധിച്ച്. ശരിക്കും ആ ഒരു ഫേസിനെ ഇടയ്ക്കെങ്കിലും നമുക്കൊന്ന് റിക്കളക്ട് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം ആ ഒരു 2018 നടന്ന സംഭവങ്ങൾ എന്ന് നോക്കുമ്പോൾ അതിലേറ്റവും
ഉയർന്നു നിൽക്കുന്നത് എന്തൊക്കെയായിരിക്കും? ഡെഫിനറ്റ്ലി ജോസഫ് 2018 എൻ്റെ തുടക്കം. അപ്പോൾ വിഷ്ണു പറഞ്ഞ പോലെ നമ്മൾ മറന്നുപോയ ഓഡിയൻസ് എന്ന് പറഞ്ഞല്ലോ വിഷ്ണു. അപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരാൻ മാളികപ്പുറത്തിലൂടെ പറ്റി. അതേപോലത്തെ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് ജോസഫ്. കാരണം തബലയൊക്കെ അന്യം നിന്ന് തബലയൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന സമയത്ത് തബല കൊണ്ട് നമ്മൾ ഉണ്ടാക്കേണ്ടി വന്നു. ആ സിനിമയ്ക്ക് അതായിരുന്നു ചേരുന്ന ഒരു സംഗീതം. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂമുത്തോളയും ഉയരുന്നാഥനെയും അങ്ങനെയുള്ള പാട്ടുകൾ, കണ്ണെത്താ ദൂരം, കരിനീലക്കണ്ണും, പാടുവരുമ്പത്തിലൂടെയൊക്കെ ഉണ്ടായി. ഇപ്പോൾ എല്ലാ സോങ്ങും അതിൻ്റേതായൊരു വളരെ വാല്യുബിളായിട്ട് ഓരോ മലയാളി ഓഡിയൻസും കണ്ടു. അപ്പോൾ അതിലും വലിയൊരു തുടക്കം ഒരു മ്യൂസിക് കമ്പോസറിന് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മലയാള സിനിമയിൽ എസ്പെഷ്യലി മലയാള സിനിമ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നതും എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ആ കുറവ് മാത്രം ഹൈലൈറ്റ് ചെയ്ത് പലപ്പോഴും പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റും, ഇപ്പോൾ പ്രത്യേകിച്ചും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അതിനെല്ലാം മറികടന്ന് നമ്മളിവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഞാനിവിടെ വന്നു, ഇതൊക്കെയാണ് എൻ്റെ സംഗീതം, നിങ്ങൾ സ്വീകരിച്ച സന്തോഷം എന്നുള്ള രീതിയിൽ നമ്മളത് പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ അത് പ്രോപ്പർലി അത് റിസീവ് ചെയ്തു. അപ്പോൾ ഈ പറയുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയുമെന്ന് പറയുന്ന ആൾക്കാരെയൊക്കെ അങ്ങോട്ടും തുടച്ചു നീക്കിക്കൊണ്ട് ഒരു വലിയ ഓഡിയൻസ് നമുക്കുണ്ടായി, നമ്മുടെ സംഗീതത്തിന്, നമ്മുടെ മ്യൂസിക്കിന് ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഫസ്റ്റ് സിനിമയിൽ നിന്ന് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് അത്രയും വലുതാണ്. അതായത് ഇതൊന്നും അല്ല, അതിലും വലിയൊരു ഓഡിയൻസ് അപ്പുറത്ത് കിടപ്പുണ്ട്. പട്ടപ്പാടി പോയി പറഞ്ഞാലും പൂമത്തോളെ അറിയുമല്ലോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് വേണമല്ലോ, എല്ലാവരും അറിയുന്ന മ്യൂസിക് ആയിരിക്കണം എന്നുള്ളൊരു സംഭവം. അപ്പോൾ അത് വിഷ്ണു പറഞ്ഞ പോലെ തന്നെ മാളികപ്പുറത്തിന് അത് കിട്ടിയൊരു ഭാഗ്യം ചെയ്ത സിനിമയാണ്. അപ്പോൾ അതിലും എനിക്ക് ഭാഗമാവാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോസഫിന് ശേഷം നമ്മൾ ഒരുപാട് പടങ്ങൾ ചെയ്തു, കുറച്ച് ഹിറ്റുകളുണ്ടായി, പലതും ആവറേജ് ആയിട്ടൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു വലിയൊരു അംഗീകാരം വീണ്ടും ലഭിച്ച ഒരു സിനിമയാണ് മാളികപ്പുറം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ സാധാരണക്കാരെയും നമ്മൾ ഈ സോക്കോൾഡ് ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഓഡിയൻ അല്ലാത്തൊരു ഓഡിയൻ അപ്പുറത്തുണ്ട് എന്ന് വിശ്വസിച്ച് സിനിമ ചെയ്തത് കൊണ്ടാണ്. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ മ്യൂസിക്കിനെ കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, ഞാനിന്ന് 2018 നിന്നൊരു 11 വർഷം പുറകോട്ട് പോവുകയാണെങ്കിൽ 2007 പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ രഞ്ജൻ രാജ് എന്ന ഒരു സിംഗർ ഉണ്ട് ഇവിടെ എന്ന് മലയാളികൾ അറിയുന്നു. അല്ലെങ്കിൽ അതിനുശേഷം ഐഡിയ സ്റ്റാർ സിംഗർ അധികകാലം ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടെയും പിന്നെ കുറേ റിയാലിറ്റി ഷോസിൽ വന്നു, പിന്നെ ജിംഗിൾസ് ചെയ്യാൻ പറ്റി, അവിടുന്ന് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷേ ഞാൻ പേഴ്സണലി നോക്കുമ്പോൾ എനിക്ക് രഞ്ജിൻ്റെ ഗ്രാഫ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. കാരണം പൊതുവെ എല്ലാവരും പറയും ഞാൻ ഒന്നും അല്ലാത്തടത്തു നിന്നൊരു ബൂം എനിക്ക് എന്തോ ഒരു പെട്ടെന്ന് ദൈവം അനുഗ്രഹിച്ച് കിട്ടി എന്ന് പറയും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ രഞ്ജിൻ്റെ ഗ്രാഫ് ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ഹോക്കിസ്റ്റിക് ഗ്രാഫിനെക്കാട്ടിലും ആദ്യം കുറച്ചൊന്ന് സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിന്നു. ലൈക്ക് യു വേ ദേർ, അതിങ്ങനെ തന്നെ പോയി ഒരു 11 വർഷത്തോളം. എന്നിട്ട് അവിടുന്ന് വരുന്നത് ഒരു ബൂമിനപ്പുറത്തും ഉള്ളൊരു വേർഷനായിരുന്നു. ആ ഗ്രാഫിൻ്റെ പോക്കേ വേറെ തരത്തിൽ തന്നെ പോയി. വല്ലാത്തൊരു എക്സ്പൊണൻഷ്യൽ ഗ്രാഫായിരുന്നു എന്ന് ഞാനതിങ്ങനെ നമുക്ക് നോക്കുമ്പോൾ അതിൻ്റെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷേ ആ ഒരു 11 years 2007 മുതൽ നമ്മൾ 18 വരെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു സോഷ്യൽ മീഡിയ തരംഗം അല്ലെങ്കിൽ എമർജൻസ് ബൂമും കഴിഞ്ഞപ്പോൾ ഒരു അഗ്രഷൻ ഫേസിൽ നിൽക്കുകയാണല്ലോ നമ്മളിപ്പോൾ. അതിനെ വളരെ അഗ്രസീവായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഫേസാണ്. അതൊന്നും ഇല്ലാണ്ട് വളരെ ശാന്തസുന്ദരമായിട്ട് നിൽക്കാൻ പറ്റിയൊരു ഒരു ഡിക്കേഡായിരുന്നു ആ ഒരു സമയം എന്ന് പറയുന്നത്. ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നില്ല ഒരു 11 വർഷം. അതെ, ഈ ബൂം എന്ന് പറയുന്നത് എനിക്കൊന്ന് ആൾക്കാർ കണ്ട ഗ്രാഫാണ് അത്. പക്ഷെ എനിക്കത് ആക്ച്വലി കുറച്ച് ഇങ്ങനെ തന്നെ പോക്കൊണ്ട് എനിക്ക് കാണാം പോകുന്നത്. അതായത് എഫേർട്ട് ഇട്ടുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. എൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു മ്യൂസിക് ഡയറക്ടർ ആവണം എന്നുള്ള, മ്യൂസിക് കമ്പോസർ ആവണം എന്നുള്ള കാര്യം. ഈവൻ 2007 പാട്ട് പാടുമ്പോഴും എൻ്റെ സുഹൃത്തുക്കൾക്കും ഈവൻ എന്നെ അന്ന് അവിടെ ജഡ്ജ് ചെയ്തിരുന്ന ജഡ്ജസിനൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് എൻ്റെ ആഗ്രഹം മ്യൂസിക് കമ്പോസർ ആവണം എന്നുള്ളത്. അതെ, ഡാൻസിങ്. അപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവരും, എൻ്റെ അമ്മയും ഒക്കെ എന്നെ പഠിപ്പിച്ചത് കർണാടക സംഗീതമാണ്. ഞാൻ കർണാട്ടിക് മ്യൂസിക് വോക്കലിസ്റ്റായിട്ട് തന്നെയാണ് എൻ്റെ ചൈൽഡ്ഹുഡും ഒക്കെ. ഞാൻ ഹാർമോണിയം പ്ലേ ചെയ്യും, ആ സമയത്ത് കീബോർഡ്സ് പ്ലേ ചെയ്യും എന്നല്ലാതെ എൻ്റെ മെയിൻ കാര്യങ്ങൾ എൻ്റെ വോക്കൽ കൊണ്ടുണ്ടാക്കുന്ന സംഗീതം തന്നെയായിരുന്നു എൻ്റെ ചൈൽഡ്ഹുഡിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗായകനും ആയിരിക്കുമെന്നറിയാം, പക്ഷേ ഗായകൻ മാത്രമല്ല എന്ന് 100% അറിയാമായിരുന്നു. ഡെഫിനറ്റ്ലി അറിയാമായിരുന്നു പറഞ്ഞാൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അത് സംഭവിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് യാതൊരു വ്യക്തതയില്ല. ഈ പറഞ്ഞ പോലെ നമുക്ക് ആരിലൂടെ എങ്ങനെ അവിടേക്ക് എത്തുന്നു യാതൊരു ഐഡിയ ബ്ലാങ്ക് ആണ്. പക്ഷേ എന്തോ ഒരു അദൃശ്യ ശക്തിയിൽ വിശ്വസിക്കുന്ന പോലെ സംഭവിക്കുന്ന എൻ്റെ മൈൻഡിൽ പലപ്പോഴും അറിയാം. പക്ഷെ അത് എങ്ങനെയുള്ള യാതൊരു പിടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ ആഡുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചിട്ടും, ആഡ്സ് ചെയ്യുന്ന ആൾക്കാരെ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചിട്ടും, അവസരങ്ങൾ ചോദിച്ചിട്ടും, ചാനലുകളിലൊക്കെ അങ്ങോട്ട് കയറി പോയിട്ട് ഞാൻ ആഡുകൾ ചെയ്ത ഒരു ആഡ് കൊണ്ട്
മെയിൻ സ്ട്രീം ചാനൽസിൽ കയറി കേൾപ്പിച്ചു കൊടുക്കും. എനിക്ക് അവിടെ ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ അവരിലൂടെ ഞാൻ പ്രൊമോ ഹെഡിലേക്കോ മറ്റെങ്ങനെയെങ്കിലും എത്തി അവർക്ക് ഞാൻ അതുകൊണ്ട് ഹെഡ്ഫോൺസ് വെച്ച് കേൾപ്പിച്ചു കൊടുക്കും. പല സിനിമാക്കാരെയും ഞാൻ ഫ്ലാറ്റുകളിൽ പോയി മീറ്റ് ചെയ്ത് ബാൽക്കണിയിലേക്ക് കൊണ്ട് ഹെഡ്ഫോൺസ് ഒക്കെ വെച്ച് പാട്ട് കേൾപ്പിച്ചു കൊടുക്കും. ഞാൻ ചെയ്ത ചെറിയ ചെറിയ ആഡാണെങ്കിലും. അപ്പോൾ അങ്ങനെ ഒരു ഗ്രാഫായിരുന്നു. അപ്പോൾ അവരിലൂടെ ഒരു പ്രൊഡക്റ്റും കൂടെ കിട്ടും. അപ്പോൾ ഒരു ആഡ് കിട്ടുമ്പോൾ എനിക്കതൊരു ബാഹുബലിയാണ്. ആണല്ലോ. അതെ. അപ്പോൾ ഞാനത് അത്രയും നമുക്ക് ഈ പറഞ്ഞത് ചെയ്യാൻ അവർ തരുന്ന ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടിനേക്കാൾ ഉപരി കൂടുതൽ എങ്ങനെയൊക്കെ അത് വർക്കൗട്ട് ചെയ്യാമെന്ന് ഞാൻ ചിന്തിക്കും. വലിയ വലിയ ടെക്നീഷ്യൻസിൻ്റെ അടുത്തേക്ക് ഞാൻ അതിലൂടെ എത്തും. അങ്ങനെയുള്ളൊരു ഗ്രാഫായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ മോർ ദാൻ ഒരുപാട് ആഡുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. 800+ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. 1000 അടുത്ത് ഞാൻ ചെയ്തിട്ടുണ്ടാവും ചെറിയ ചെറിയ ആഡിൻ്റെ കാൽക്കുലേഷൻ. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചാനലുകൾക്കൊക്കെ വേണ്ടി സീനും ഫോൺ നമ്പർ കൊടുക്കണേ. ഇതാണ് ഞാനിത് പറഞ്ഞതിന്റെ ഉദ്ദേശം മനസ്സിലായല്ലോ എന്നൊക്കെ. നിങ്ങൾ അതുണ്ടല്ലോ പരിപാടി. നമ്മൾ ഇപ്പോഴും മാർക്കറ്റിലുണ്ട്. എന്തായാലും വിളിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. കാരണം അത് ചെയ്ത് തുടങ്ങിയ ഒരാളെ കൊണ്ടായിരിക്കാം. അങ്ങനെയാണ് എൻ്റെ ഒരു മ്യൂസിക് പ്രൊഡക്ഷൻ്റെ തുടക്കം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് എക്സിക്യൂട്ട് ചെയ്യാൻ. അവിടെ നിന്നാണ് നേരെ ജോസഫിലോട്ട് വരുന്നത്. ജോസഫ് ശരിക്കും ഒരു സ്റ്റാൻഡ് ഔട്ട് ചെയ്യിക്കപ്പെട്ടു എന്ന് തന്നെ പറയാം. രഞ്ജൻ രാജ് ആസ് ഇൻഡിവിജ്വലി ആസ് എ മ്യൂസിക് കമ്പോസർ ഒരു ടാഗ് തന്നെ തന്നു. അത് ഹെൽപ്പ് ചെയ്തു നന്നായിട്ട് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ സാറുമായിട്ട് പത്മനാഭൻ സാറുമായിട്ട് വരുന്നതും ആ ഒരു കൊളാബറേഷൻ വരുന്നതും ഒക്കെ ശരിക്കും എങ്ങനെയാണ്? എൻ്റെ ഒരു എൻ്റെയും പപ്പേട്ടിൻ്റെയും കോമൺ ഫ്രണ്ടായിട്ടുള്ളൊരു വ്യക്തി, അദ്ദേഹം എന്നെ ബിനോജ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു പപ്പേട്ടിനെ. അപ്പോൾ അതിന് മുന്നേ തന്നെ പപ്പേട്ടിനോട് പലപ്പോഴും വിളിച്ച ചാൻസ് ചോദിച്ചിട്ടുണ്ട്. എല്ലാ ഡയറക്ടേഴ്സിനും വിളിക്കാറുണ്ടായിരുന്ന പോലെ. പക്ഷെ പപ്പേട്ടൻ മൈൻഡാക്കിയിട്ടില്ല. പക്ഷേ പുള്ളിയും കൂടെ സജസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് പപ്പേട്ടൻ വർക്ക് കൊണ്ട് കേൾപ്പിക്കാനുള്ളൊരു സ്പേസ് തന്നു. അപ്പോൾ ഞാൻ കൊണ്ട് കാണിച്ചു കൊടുത്തു. ഈ പറഞ്ഞ ചാനൽസിനൊക്കെ വേണ്ടി ചെയ്ത പല ജോണേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കാണിച്ചു കൊടുത്തപ്പോൾ പപ്പേട്ടൻ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ പെട്ടെന്ന് 2 പാട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് വിളിച്ചതാണ്. ഉയരുന്നാഥനയുടെ സ്പേസും പിന്നെ കണ്ണത്ത ദൂരം. ഈ 2 സ്പേസ് ആ പടത്തിലുണ്ടായിരുന്നല്ലോ ആദ്യത്തെ വെർഷനിൽ. പിന്നെ അതിന് ശേഷമാണ് അത് 5 പാട്ടായിട്ട് മാറിയത്. അതെ. അത്ര ഇതിൽ അവിടെ നിന്നാണ് ഈ പറയുന്നത്. ഡെഫിനറ്റ്ലി ജോയി ചേട്ടൻ്റെ ഒരു വലിയൊരു ഈ പപ്പേട്ടനായിട്ടുള്ള കൊളാബറേഷൻ പോലെ തന്നെ എടുത്ത് പറയേണ്ട ഒന്നാണ് ജോയി ചേട്ടൻ. കാരണം ജോയി ചേട്ടൻ മ്യൂസിക്കിന്റെ പ്രാന്തനാണ്. ആസ്വദിക്കുന്നത് കേട്ടാലും ചുമ്മാ സിനിമയിൽ പാടുന്നത് കേട്ടാലും നമുക്ക് ആസ്വദിച്ചാ ചെയ്യുന്നത്. അയ്യോ, ജോയി ചേട്ടൻ അഡ്മയർ ചെയ്ത് പോവും. അത് ഭയങ്കര ആവേശം എന്ന് പറയില്ല ഒരു പാട്ടിന് വേണ്ടിയിട്ട്. പുള്ളി ആഗ്രഹിക്കുന്ന ചില പാട്ടുകളുണ്ട്. പുള്ളിക്ക് ഇഷ്ടമുള്ള കുറേ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ പുള്ളിക്ക് ആ ജോണറിനോട് ഭയങ്കര താല്പര്യമുണ്ട്. അപ്പോൾ ആ ജോണർ എൻ്റെ തലയിലേക്ക് ഇൻജക്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻഡയറക്റ്റ്ലി. അതും കൂടെ ഉണ്ട് ജോസഫിൽ പല പാട്ടിലും ഉണ്ടാവാനുള്ള കാരണം. അപ്പോൾ അത് പുള്ളി എക്സൈറ്റഡ് ആകുമ്പോൾ എനിക്കും ചെയ്യാൻ ആവേശമായി. ഇത് കൊള്ളാം, ഈ ജോണർ കൊള്ളാം, ഈ ഒരു സ്റ്റൈൽ ചെയ്യാൻ കൊള്ളാം. അപ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത് ഞാൻ പറയട്ടെ, ഇപ്പോൾ വരത്തൻ പോലുള്ള പടങ്ങളും അങ്ങനെയുള്ള സിനിമകൾ വന്നിട്ട് മലയാള സിനിമയുടെ സംഗീതം മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഒരു 10 years, 10 അല്ല, ഓൾമോസ്റ്റ് ഒരു 2017-18 ഒരു പുതിയ സൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ ധൈര്യപ്പെട്ടു ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്. അതായത് ഇതൊരു ഓൾഡ് സ്കൂൾ സ്റ്റാൻഡേർഡ്സിലുള്ള മെലഡീസും പ്രൊഡക്ഷനുമാണ്. പക്ഷേ അതൊരു വാക്യൂമായിരുന്നു എന്നുള്ള കാര്യം അത് വന്നപ്പോഴാണ് എനിക്കും ഒരു കോൺഫിഡൻസ് ശരിക്കും മനസ്സിലായത്. ഇത് കേൾക്കാൻ ഓഡിയൻ കൊതിച്ചിരിക്കുന്ന ഒരു ടീമുണ്ട് ഇവിടെ എന്നുള്ളത്. പിന്നെ ഈ സൗണ്ടിങ്ങിനെക്കാട്ടിലൊക്കെ ഉപരി സൗണ്ടിങ് ഡെഫിനറ്റ് ഈ സൗണ്ട് ഇതിൻ്റെതായ സൗണ്ടിങ് ആണ്. സൗണ്ടിങ്ങിനെക്കാട്ടിലും ഉപരി സോൾ കൺവേ ചെയ്ത് തന്നെ എവറിത്തിങ് ഓക്കെ ആണെന്നുള്ള കാര്യവും എനിക്ക് എൻ്റെ ഫസ്റ്റ് പടത്തിൽ കൂടെ തന്നെ മനസ്സിലായി എന്നുള്ളൊരു സത്യമാണ്. അത് കിട്ടുന്നുള്ളത് തന്നെയാണ്. സുമതി വളവിനൊരു അടിപൊളി കാസ്റ്റ് ഉണ്ട് വിഷ്ണു. അത് അർജുനാണെങ്കിലും ആ ബാലു, സുരേഷ്, എല്ലാവരും ആ ഒരു കാസ്റ്റിലോട്ട് വരുന്നത് എങ്ങനെയാണ് മൊത്തത്തിൽ? ഒരു മാളികപ്പുറത്തിൽ നിന്നും വളരെ നമുക്ക് തന്നെ ദേവനന്ദക്കുട്ടിയൊക്കെ ഉണ്ട് ഇതിനകത്തും. ഉണ്ട്. അല്ല, ഞാൻ ഇപ്പോൾ പറയാൻ തുടങ്ങുകയാണെങ്കിൽ 37 ആക്ടേഴ്സ് ഉണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ ഈ പറഞ്ഞ മെയിനായിട്ടുള്ള ബഞ്ച് ഉണ്ട്. കഥ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റാർ ഫേസസും കണ്ടിട്ടല്ലായിരുന്നു നമ്മൾ പ്രിപ്പയർ ചെയ്തത്. എന്നിട്ട് നമ്മൾ ഇത് എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും? നമ്മളൊരു ഫ്രഷ് സ്റ്റാർട്ടായിട്ട് പുതിയ ആൾക്കാരെ വെച്ചിട്ട് മൊത്തം ചെയ്യുന്നു. പക്ഷേ പിന്നെ നമുക്ക് കഥ വീണ്ടും വർക്ക് ചെയ്യും. അപ്പോഴാണ് നമ്മൾ കാസ്റ്റിങ്ങിലൊന്ന് ഒരു ഡിസൈൻ പോലെ ഇരുന്നത്. ഓരോ ക്യാരക്ടേഴ്സിനെയും വച്ച് നോക്കി. അപ്പോൾ അന്നേരം എഴുതിയേക്കുന്നതിൽ അവർ ബ്ലെൻഡ് ആവുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരെയും സെലക്ട് ചെയ്തേക്കുന്നത്. ഇപ്പോൾ
സിദ്ധാർത്ഥ് ഭരതൻ, ഐ മീൻ എല്ലാ ആക്ടേഴ്സും ഡിഡ് എ വെരി ഫാൻറ്റാസ്റ്റിക് ജോബ്. പക്ഷേ ഈ സിദ്ധാർത്ഥ് ഭരതൻ ഇതിനിടെ ചെയ്യാത്തൊരു പരിപാടി, കാരണം ആ ഒരു ഓപ്ഷനിൽ ഒരാളും എനിക്ക് തോന്നുന്നില്ല സിദ്ധാർത്ഥ് ഭരതനോട് ആലോചിക്കുന്നുള്ളൂ. എനിക്കും ആറാറിന് വേണ്ടി ഇരുന്ന സമയത്ത് കണ്ടുപോയപ്പോൾ പെട്ടെന്ന് ഹുക്കായത്. അപ്പോൾ അത് പുള്ളി അങ്ങനത്തെ ആള് വെച്ചിട്ടില്ലല്ലോ. പക്ഷേ നമുക്കതാണ് അവിടെ ഒരു ഡ്രൈവ് തന്നെ. പക്ഷെ നമ്മൾ ആ ഫേസിൻ്റെ മൈൻഡിൽ വെച്ച് ഒന്ന് നോക്കിയപ്പോൾ പുള്ളി അങ്ങനെ പുൾ ഔട്ട് ചെയ്താൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനെയും ഓരോ ആക്ടേഴ്സിനെയും വെച്ച് തന്നെയാണ് ഇതിനും ഒരു ഡിസൈൻ കൊടുത്തേക്കുന്നത്. അതിപ്പോൾ മാളികപ്പുറം ഇപ്പോൾ നമ്മൾ ഉണ്ണിക്ക് മുമ്പ് പല ആക്ടേഴ്സിൻ്റെയും അടുത്ത് നമ്മൾ പോയി. പക്ഷേ ഉണ്ണി വന്നപ്പോൾ കിട്ടിയേക്കുന്ന ഒരു കംപ്ലീഷൻ ഉണ്ടല്ലോ, എക്സൽ. ഇതേ ഓറ തന്നെയാണ് നമുക്കിപ്പോൾ വന്നേക്കുന്ന ഈ 37 ആക്ടേഴ്സും. അതെ, ഈ പടത്തിന് ഗോകുൽ സുരേഷാണോ ഉള്ളത്. ഗോകുലും ഞാൻ അതാ പറഞ്ഞേ, അങ്ങനെ ഒരു ഫാക്റ്റ് ഉണ്ടോ, ഗോകുൽ സുരേഷിന് ഈ പടത്തിൽ കാണുമ്പോൾ നമുക്ക് പഴയ സുരേഷ് ഏട്ടനെ AI ചെയ്ത് വെച്ച പോലെ ഉണ്ടാവും. അയ്യോ, നമ്മൾ ഓരോ ഷോട്ട് കഴിയുമ്പോൾ ഇത് സുരേഷ് ഗോപിയുടെ ചെറുപ്പം പോലെ ഇല്ലേ, ഭയങ്കര. ഇപ്പൊ അതാണ് ടെൻഷൻ. ഇപ്പൊ ആൾക്കാർ പറയും ഇവന്മാരും മറ്റേ അല്ലേ. ഫണ്ട്സ് അപ്പാർട്ട്, ഈ 37 ആക്ടേഴ്സും ദേ ഡിഡ് ബ്രില്യൻ ജോബ്. ചെറിയ, അതായത് അവരവരുടെ പാട്ട് മനോഹരമായിട്ട്. കാരണം ചോദിക്കാൻ കാര്യം തന്നെ വെച്ചാൽ നിങ്ങൾ ആദ്യം ഇറക്കിയിരിക്കുന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എന്നും പറഞ്ഞ് ഇറക്കിയിരിക്കുന്ന എല്ലാവരും നോക്കുന്ന ഒരു പോസ്റ്റർ ഉണ്ടല്ലോ, ആ ഫുൾ ബോയ്സ് ടീം, അത് അവിടുന്ന് തന്നെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് എലമെന്റ് ആയിട്ട് തന്നെ ഇതൊരു മഞ്ഞുമേൽ ബോയ്സിനെ പോലത്തെ ഒരു ഫൺ സാധനമാണോ എന്നൊക്കെ ഉള്ളത് എന്നുള്ളതാണ്. അതിനൊരു കഥയുണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു പോസ്റ്റർ ഇടാനായിട്ട്. കാരണം നമ്മൾ സുമതി വളവിൻ്റെ ഇനീഷ്യൽ ഫസ്റ്റ് ലുക്ക്, ഐ മീൻ ഇനീഷ്യൽ ടൈറ്റിൽ ലോഞ്ച്, ഇങ്ങനത്തെ ഉള്ള പരിപാടിയും കാര്യങ്ങളെല്ലാം കൊടുത്തപ്പോൾ ആൾക്കാർ ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു ഹൊറർ ഫിലിമാണ്. ഞാൻ ആസ് ഐ സെഡ് ബിഫോർ, ഓഡിയൻസ്, എനിക്ക് വിശ്വാസമുള്ള കുറച്ച് സെക്ഷൻ ഓഫ് ഓഡിയൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇവരും ഇവൻ ആദ്യത്തെ പടം കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനത്തെ പരിപാടി പിടിച്ച് നല്ലതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ലല്ല, നിങ്ങൾക്കുള്ള പരിപാടിയുണ്ട്, എല്ലാവർക്കും ഉള്ളവരുണ്ട്. അതായത് ഫോർഗോട്ടൺ ഓഡിയൻസിനും ഇന്നത്തെ ആൾക്കാർക്കും ഫോർ എവ്രി വൺ, അങ്ങനെ എല്ലാവർക്കും പറ്റിയൊരു ഹൊറർ ചിത്രം, ഹൊറർ കോമഡി ആയിട്ടുള്ള ഫിലിമാണ്. അതെ അതെ. ശരിക്കും രഞ്ജിൻ എങ്ങനെ സുമതി വളവിലോട്ട് വന്നു എന്ന് ഞാൻ ചോദിക്കില്ല, മാളികപ്പുറമായിരിക്കും അതിൻ്റെ ഉത്തരം. പക്ഷെ എന്നാലും വർക്കിംഗ് ഫോർ ദ ഓൾമോസ്റ്റ് ലൈക്ക് സെയിം ക്രൂ, എങ്ങനെ ഉണ്ടായിരുന്നു? അതൊരു ഹോം ലൈക്ക് ഫീലിംഗ് ആയിരുന്നു. നമ്മൾ സുമതി വളവിലേക്ക് കൊണ്ടുപോയാളെ, ഒറിജിനൽ സുമതി വളവ് ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോയോ? രാത്രി ശരിക്കും പോയല്ലേ? രാത്രി അർജുനത്ത് വേറൊരു ഫംഗ്ഷന് പോയതാ, ആ വഴി രഞ്ജനെയും സുമതി വളവിലേക്ക് പോയിട്ട് ഭയങ്കര പേടിയാണ്. സിനിമ ഇറങ്ങിയിട്ട് ആ എക്സ്പീരിയൻസ് ഞാൻ വെറുതെ പറയുന്നല്ല, ഞാൻ സിനിമ ഇതാവാൻ വേണ്ടി ഞാൻ തള്ളുന്നില്ല. പക്ഷെ ഞങ്ങളിത് റിയൽ ആയിട്ട് തള്ളും ആഫ്റ്റർ ഇറങ്ങിയിട്ട്. അത് സത്യമായിട്ടുള്ള കാര്യമുണ്ടോ, ഞങ്ങൾക്ക് വളരെ കീട്ടിലും എക്സ്പീരിയൻസ് ഉണ്ടായി എന്നുള്ളതാണ്. അത് റെക്കോർഡിക്കലി കാണിച്ചു തരാം. പടം ഇറങ്ങിട്ടെ, ഇതാണ് ഞാൻ ഇതിനകത്ത് ഉദ്ദേശിച്ചത്. ആണല്ലേ ദൈവം, ദാറ്റ്സ് സംതിങ്. ഇങ്ങനെ നമുക്കിങ്ങനെ കയ്യിന്ന് പോയിന്നൊക്കെ ഞാനൊന്നും ചോദിച്ചിട്ടില്ല. ഞാൻ എങ്ങനെ ചുമ്മാ പറയുന്നതല്ല. ശരിക്കും അങ്ങനെ തോന്നൂല്ലേ? അത് സത്യം അല്ല. അവിടെ നമ്മളിപ്പോ ഒരു, ഞാനതിനെ ഫുള്ളി ഞാൻ പറയുന്നില്ല, കാരണം നമ്മുടെ മൈൻഡ് അങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ പോകുമ്പോ അങ്ങനെ പറയുന്നത് ഞാൻ പറയുമ്പോ പറഞ്ഞ പോലെ. പക്ഷെ അങ്ങനെയല്ല. പക്ഷെ സുമതി വളവിൽ പോയിട്ടുള്ളവർക്ക് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ, ഇപ്പം രഞ്ജൻ പറഞ്ഞ പോലെ എന്തെങ്കിലും തോന്നുന്നു അവർ പറയട്ടെ, ഒരു കമന്റിൽ പറയട്ടെ. നമുക്കറിയില്ലല്ലോ, ഡയറക്ടർ സാർ ഒന്നും പറയണ്ട. കാരണം ഈ പറഞ്ഞു കണ്ടില്ല, ഇപ്പോൾ ചിലപ്പോൾ രഞ്ജൻ പറഞ്ഞ ഇറങ്ങി കഴിയുമ്പോൾ എനിക്ക് റെക്കോർഡിക്കലി ഞാൻ പറയുന്നില്ല, എല്ലാം ചുമ്മാ പറയുന്നല്ല. അപ്പൊ എന്തോന്നുണ്ടെന്നുള്ള സത്യം. ഇനി ഇതിനകത്ത് രഞ്ജനെ സംബന്ധിച്ച് സുമതി വളവിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫാക്ടർ, അല്ലെങ്കിൽ ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഒരു ഹുക്ക് കിട്ടുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിനകത്ത് രഞ്ജനെ സംബന്ധിച്ച് എന്തായിരുന്നു? എനിക്ക് ഇപ്പം മാളികപ്പുറം നമ്മൾ ഒരുമിച്ച് ചെയ്ത സിനിമ, അഭിലാഷും വിഷ്ണുവും ഞാനും. അഭിലാഷിൻ്റെ കൂടെ 6ാമത്തെ സിനിമയാണ് എൻ്റേത്. അതെ, കടാവർ. ആളെ മ്യൂസിക് ഡയറക്ടർ ആക്കണം. കടാവർ, നൈറ്റ് ഡ്രൈവ്, 10ാം വളവ്, മാളികപ്പുറം, ആനന്ദ് ശ്രീബാല, സുമതി വളവ്. അപ്പോൾ ആ കംഫർട്ട്, അതായത് ഒന്നും പ്രത്യേകിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട എന്നുള്ളൊരു കംഫർട്ട്. ഇപ്പോൾ എനിക്ക് അതെ, മാളികപ്പുറത്തിലാണെങ്കിലും എനിക്ക് വിഷ്ണുവിന് എന്നോട് എന്ത് പറയണം എന്നുള്ള കാര്യം വിഷ്ണു വ്യക്തമായിട്ട് അറിയാം. അത്ര മതിയെന്നോ വിഷ്ണുവിന് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ വിഷ്ണുവിനോട് എന്ത് പറയണം, എന്ത് കാണിച്ചു കൊടുത്ത് അവന് ഇഷ്ടപ്പെടും, മനസ്സിലാവും എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്ന ഒരു സംഭവം ഭയങ്കരമായിട്ടുണ്ട്. പാട്ടുകൾ ചെയ്യുമ്പോഴും നമുക്കത് കിട്ടിയിട്ടുണ്ട്.
മാളികപ്പുറത്തിലൊക്കെ പലപ്പോഴും ഇപ്പോൾ നങ്ങേൽ പോവുകയാണെങ്കിലും ഒക്കെ ഉണ്ടായത് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കും പാരലാണ്. വിഷ്ണു ഒരു കോളിൽ മൂഡ് ജസ്റ്റ് ഒരു ചിലപ്പോൾ ഒരു 10-20 സെക്കൻഡ് പറഞ്ഞിരുന്നതായിരിക്കും. പക്ഷേ എക്സാക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അല്ല വിഷ്ണു, അപ്പോൾ നീ അത് പറയണ്ടേ, ഞാനല്ല. ഞാൻ ഇത്ര നിങ്ങളുടെ ഫോൺ നമ്പർ പിടിച്ചേക്കാം. ഒരു മടി പറ ഒന്ന്. അല്ല, ഞാൻ രഞ്ജനായിട്ട് എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ആളാണ്. ഞാൻ അധികം സമയം രഞ്ജനായിട്ട് ഞാൻ സ്പെൻഡ് ചെയ്തിട്ടില്ല. കാരണം എൻ്റെ മൈൻഡിൽ എന്താണ് വേണ്ടതെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ആൾക്കറിയാം. ഞാൻ ഇപ്പോൾ മാളികപ്പുറത്തിൽ നിങ്ങൾ വിശ്വസിക്കില്ല, ഞാൻ രഞ്ജനോട് പറഞ്ഞു എനിക്ക് ആ ഫോറസ്റ്റ് ഫൈറ്റൊക്കെ വരുന്ന സമയത്ത് കുറച്ച് റോക്ക് മ്യൂസിക്. അപ്പോൾ എല്ലാവരും പറഞ്ഞു അയ്യപ്പൻ്റെ ഫൈറ്റ് വരുമ്പോൾ ആരെങ്കിലും ഗിറ്റാറും സാധനം വയ്ക്കും. പക്ഷേ ഞാൻ അത്രേ പറഞ്ഞുള്ളൂ രഞ്ജന. എൻ്റെ മൈൻഡിൽ എന്താ രഞ്ജന മനസ്സിലായി, നിങ്ങൾക്കതിൽ കുറേ ട്രാക്സ് നിങ്ങൾക്ക് കേട്ടാൽ തോന്നാം ഒരു ഗിറ്റാറിൻ്റെ നോട്ടും സാധനങ്ങളൊക്കെ വെച്ച് അതൊക്കെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക്. അത് എൻ്റെ മൈൻഡിൽ അത് കൃത്യം എങ്ങനെയാണെന്നുള്ള ആൾക്ക് അത് നല്ല ഗംഭീരമായിട്ട് ഇത് പുൾ ഔട്ട് ചെയ്യുകയും ചെയ്തു. അത് എല്ലാ ഓഡിയൻസിനും ആ ഫൈറ്റ് കാണുമ്പോൾ അത് ഭയങ്കരമായിട്ട് വർക്കായി എന്ന് പറയാൻ അത് മൊത്തത്തിലുണ്ട്. ടെലിപ്പതിയുണ്ട്. എൻ്റെ ഞാൻ പറയേണ്ട പോയിന്റ് ഞാൻ ഇപ്പോഴും വളരെ ക്രിസ്പായിട്ടേ പറയത്തുള്ളൂ. ഞാൻ അങ്ങനെ ടു മച്ച് എലാബറേറ്റ് ചെയ്ത് പോയി കൺഫ്യൂസ് ചെയ്യത്തില്ല. അതെ, കാരണം ഐ വിൽ അത് ചിന്തിച്ചെടുത്ത് തരേണ്ട പണി ഇങ്ങനെയാണ്. അല്ല, അങ്ങനത്തെ ഈ പറഞ്ഞ വേണ്ട സ്പേസ് തരാന്നുള്ളൊരു റെസ്പെക്ട്. അപ്പോൾ അതായത് ഇപ്പോൾ എന്നെ റെസ്പെക്ട് ചെയ്തില്ലെങ്കിൽ എൻ്റെ മ്യൂസിക്കിനെ റെസ്പെക്ട് ചെയ്യുന്ന ക്രൂ ആണ്. അതുകൊണ്ട് തന്നെ എന്നെ റെസ്പെക്ട് ചെയ്തില്ലെങ്കിലും റെസ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് ഭയങ്കര ഈസിയാണ്. അതുകൊണ്ട് തന്നെ അധികം കറക്ഷൻസ് ഇന്നേ വരെ ഞങ്ങളുടെ പടങ്ങൾ 2 പടത്തിലും വന്നിട്ടില്ല. ഇപ്പോൾ സ്കോർ തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ മാളികപ്പുറത്തിൻ്റെ പാട്ടുകൾ ഒരുപാട് പാട്ടുകളുണ്ട്. മാളികപ്പുറത്തിൽ പാട്ടുകൾ മാത്രമല്ല അതിൽ ആൾക്കാർ അറിഞ്ഞത്, സ്കോറിൽ കൂടെ വന്ന പാട്ടുകളും ആയി മാറി. ഭൂതനാഥ സദാനന്ദ നമ്മളെ പാട്ടാക്കിയ ഒരു സംഭവമല്ല, അത് കലിയുഗ വിധ ലോഡ് ഓഫ് ഒരുപാട് ശ്ലോകങ്ങൾ പാട്ടുകളായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചത് ഈ ഒരു കംഫർട്ട് സോണിൽ നിന്നുകൊണ്ടാണ്. അതേപോലെ തന്നെ ഇതിൽ 4 സോങ്സ് ഉണ്ട്. ഈ 4 പാട്ടുകൾ എനിക്ക് തോന്നുന്നില്ല ഒരു ചെറിയ ഒരു 2 വരെ ആകുമ്പോൾ തന്നെ അയച്ചു കൊടുക്കും. അപ്പോൾ പറയും ഇതല്ല എന്ന് പറഞ്ഞാൽ അടുത്ത ചെയ്യുന്നത് കറക്റ്റ് ആയിരുന്നു. വേറെ നമുക്ക് അധികം സമയം കളയേണ്ടി വരാറില്ല. കാരണം ഏകദേശം എനിക്ക് അവരുടെ മൈൻഡ് എപ്പോഴും റീഡ് ചെയ്യാൻ പറ്റാറുണ്ടെന്നുള്ളതാണ് അതിൻ്റെ. കാരണം രഞ്ജിൻ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ ഷോയിൽ തന്നെയാണ് കൈലാസ് വന്നപ്പോൾ പറഞ്ഞത് ഏറ്റവും ഒരു ചലഞ്ച് എവിടെയാണെന്ന് ഞാൻ പൊതുവേ ഞാൻ കൈലാസിനടുത്ത് ചോദിച്ചു. പറഞ്ഞു ഡയറക്ടർ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ജിങ്കിൾസ് വരുമ്പോൾ ആ ഒരു ആഡ് പ്രൊഡ്യൂസർ നമുക്ക് തരുന്ന ഒരു വർക്ക് സ്പേസ് തന്നെയാണ്, ക്രിയേറ്റീവ് സ്പേസ് തരിക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത്. അത് കിട്ടിയാൽ നമുക്ക് ആ വർക്ക് ഇസ് ഡൺ എന്ന് പറയും. എന്നുവെച്ചാൽ നമ്മുടെ സൈഡിൽ നിന്ന് അവർ കറക്റ്റ് അവരുടെ കാര്യം അവർ ക്യൂ തരും, അവിടെ കൊണ്ട് അവരുടെ ഭാഗം കഴിഞ്ഞു. ബാക്കി നമ്മുടെ വർക്ക് ചെയ്യാനുള്ളൊരു ടൈം ആൻഡ് സ്പേസ് തരിക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയും. അത് കിട്ടാതെ പലയിടത്തും വിശ്വസിച്ചാൽ നമുക്ക് അവരെ കബളിപ്പിക്കാൻ പറ്റില്ല. വിശ്വസിക്കുന്ന ആൾക്കാരെ നമ്മൾ എങ്ങനെ ചീറ്റ് ചെയ്യും? അപ്പോൾ അവർ ചീറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പിച്ചാൽ മതി അപ്പുറത്തെ. അതാണ് കാര്യം. അപ്പോൾ ഈവൻ സത്യസന്ധമായിട്ട് തരുന്ന അവർ വിശ്വസിച്ചാൽ ഓട്ടോമാറ്റിക്കലി എൻ്റെ വർക്ക് സത്യസന്ധമായിട്ട് മാറും. അല്ലെങ്കിൽ ഫേക്ക് ആവും പലതും. അവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഞാനാവുന്നത്? അത്രേ ഉള്ളൂ കാര്യം. അതുകൊണ്ട് അതിവിടെ വളരെ ഈസിലി വർക്ക്ഔട്ട് ആയി എന്നുള്ളത്. എനിക്ക് വേണ്ടി ഞാൻ ഇഷ്ടപ്പെടുന്ന മ്യൂസിക് എനിക്ക് വിഷ്ണു ചെയ്യുന്ന സിനിമയിൽ അല്ലെങ്കിൽ അഭിലാഷ് ചെയ്യുന്ന സിനിമകളിൽ ചെയ്യാൻ പറ്റാറുണ്ട്. അതാണ് ഇതിൻ്റെ എനിക്ക് ഇവരിലുള്ള ഒരു കംഫർട്ട് എന്ന് പറയും, ഇവരായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കംഫർട്ട് പറയാം. അതാണ് നല്ല മ്യൂസിക് ഉണ്ടാവാനുള്ള കാരണം എന്ന് തന്നെ വിശ്വസിക്കാം. എനിക്കൊന്ന് അതുകൂടെ മെയിൻലി ബിക്കോസ് ഓഫ് ദ റീസൺ തന്നെയാണെന്ന് തോന്നുന്നു. രഞ്ജൻ ഈ ഒരു 6-7 വർഷത്തിൽ, പ്രത്യക്ഷത്തിൽ 6-7 വർഷത്തിൽ നല്ല കുറേ ആർട്ടിസ്റ്റ്, ബ്രില്യൻ്റ് ആർട്ടിസ്റ്റുകളിലൂടെ വലിയ വലിയ നമ്മൾ ഡ്രീം ലൈക്ക് ഫിഗേഴ്സ് നമ്മൾ പറയില്ലേ, അവരോടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി. അത് ഞാനെപ്പോഴും എനിക്ക് പേഴ്സണലി എനിക്കിഷ്ടമുള്ളൊരു വ്യക്തിയാണ് വി കെ ഹരിനാരായൺ എന്ന് പറയുന്ന അവർ. അപ്പം സാറിനെ സംബന്ധിച്ച് അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അതൊക്കെ ശരിക്കും ഒരു ലേണിംഗ് ഇതിൽ തന്നെയല്ലേ. നല്ല റൈറ്റേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ഹരിയേട്ടൻ എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ ഹരിയേട്ടൻ എനിക്കൊന്ന് മോർ ദാൻ 500 സോങ്സ് എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടി ആദ്യം പാട്ട് എഴുതുമ്പോൾ. അതായത് ജോസഫിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത്. എന്നിട്ട് ഹരിയേട്ടൻ അതിന് മുന്നേ ഓലഞ്ഞാലിക്കുരുവിയും അങ്ങനെയുള്ള ക്ലാസിക്സ് ഉണ്ടാക്കി കഴിഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദ്യ സ്റ്റേറ്റ് അവാർഡ് എൻ്റെ പാട്ടിനാണ്. അപ്പോൾ എനിക്കത് വളരെ അഭിമാനമുള്ളൊരു കാര്യമാണ്. അത് കണ്ണെത്താ ദൂരം നീ മായുന്നു എന്ന് പറഞ്ഞ ജോസഫിലെ സോങ്ങിനാണ്. അതിനും ജീവാംശത്തിനും കൈലാസ് ചെയ്ത ജീവാംശത്തിനും കൂടെ ചേർത്തിട്ടാണ് ഹരിയേട്ടൻ്റെ ആദ്യ കേരള സ്റ്റേറ്റ് അവാർഡ്. അപ്പോൾ ഹരിയേട്ടൻ എല്ലായിടത്തും പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഞങ്ങൾ രണ്ടുപേരുടെയും ഫസ്റ്റ് മൂവി ഡെബ്യൂ ആയിരുന്നു, എൻ്റെയും കൈലാസിൻ്റെയും. അപ്പോൾ ആദ്യ സിനിമയിലൂടെ ഈ 2 പുതുമുഖ സംഗീത സംവിധായകരാണ് എനിക്കത് നേരിടുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് 2 പേർക്കും വളരെ അഭിമാനമുള്ള കാര്യം, എനിക്ക് കൈലാസിനും.
അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. പിന്നെ ഹരിയേട്ടനൊക്കെ ഏത് പ്രഷറിലും നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. ഇപ്പോൾ നാളെ പടം റിലീസാണെങ്കിലും ഇന്നൊരു പരിപാടി എഴുതി തീർക്കണമെങ്കിലും ഹരിയേട്ടനെ വിളിക്കുകയാണെങ്കിൽ എനിക്ക് ടെൻഷനില്ല. ഇപ്പോൾ താരകാംബരമേ ഉണ്ടായത് അങ്ങനെയാണ്. സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തിയേറ്ററിൽ സപ്തയിൽ. അപ്പോൾ രാജാകൃഷ്ണൻ ചേട്ടനൊക്കെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഫയൽസ് മാക്സിമം സ്പീഡിൽ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഹരിനാരായണൻ ചേട്ടൻ വേറൊരു സിനിമയുടെ ഒരു ഡിസ്കഷനായിട്ട് എൻ്റെ സ്റ്റുഡിയോയിലേക്ക് വന്നതാണ്. അപ്പോൾ ഞാൻ ഈ സീക്വൻസ് ഇട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് നമ്മുടെ കല്ലു മാളികപ്പുറം ആ കൊച്ച് മാല ഊരുന്ന സിറ്റുവേഷൻ, സൈജോട്ടിൻ്റെ ക്യാരക്ടർ അവിടെ മരിച്ചിരിക്കുന്നു, ചിത, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അവിടെ ഞാൻ ഫ്ലൂട്ട് ബീറ്റിൽ ഓൾറെഡി അത് ഞാൻ ഓൾറെഡി ഫ്ലൂട്ടിൽ വായിപ്പിച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ ബൗൺസ് ചെയ്യാൻ നിൽക്കുകയാണ് അവിടെ രാജേഷൻ ചേട്ടൻ അയച്ചു കൊടുക്കാൻ. അപ്പോഴാണ് ഹരിയേട്ടൻ പെട്ടെന്ന് എന്നോട് വിളിച്ച്, എടാ അവിടെ ഫ്ലൂട്ട് അല്ലടാ, അവിടെ എന്തോ വരി വന്നാൽ നല്ലതായിരിക്കും, ആ കുട്ടിയുടെ ഇമോഷൻ നമുക്ക് പ്രോപ്പർലി കൺവേ ചെയ്യാൻ പറ്റും എന്ന് ഹരിയേട്ടനാണ് പറയുന്നത്. അപ്പോൾ ഹരിയേട്ടൻ ഇങ്ങനെ ബാൽക്കണി പോയി കുറച്ച് നേരം ഒരു 2 മിനിറ്റ് നിന്നിട്ട് ആ ബാൽക്കണി തന്നെ പറഞ്ഞു, താരകാംബരമേ ജപമാലയൂരുകയോ. അപ്പോൾ അങ്ങനെയല്ലടാ എന്ന് ചോദിച്ചു. പിന്നെ അതെ, അകത്തോട്ട് വന്നപ്പോൾ ഞാൻ അടുത്ത ലൈൻ അത് ഞാൻ പാടി കൊടുക്കുമ്പോഴേക്കും കുളിരു പെയ്യണ വെണ്ണിലാവും വീണ് പൊള്ളുകയോ. അത് സ്പോട്ടിൽ തന്നെ പുള്ളി തിരിച്ച് നമ്മൾ ഈ സംസാരിക്കുന്ന പോലെ കവിതയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് താരകാംബരമേ ഉണ്ടായത്. എനിക്ക് ആ സിനിമയിൽ ഏറ്റവും ഒരു അപ്രീസിയേഷൻ കിട്ടിയ ഒരു ഭാഗമാണ് ആ സ്ഥലം. അത്ര ഇമോഷൻസ് കൺവേ ചെയ്തു എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അതിൽ ഹരിയേട്ടൻ്റെ പാർട്ടപ്പോൾ എത്ര വലുതെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അത്തരം ലിറിസിസ്റ്റുകൾ, അതുപോലെ തന്നെ സന്തോഷ് വർമ്മ, സന്തോഷ് ചേട്ടനാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ മാളികപ്പുറത്തിൽ ഒട്ടുമിക്ക ഇപ്പോൾ കലിയുഗ വിധായകം എന്ന് പറയുന്ന ശ്ലോകം എല്ലാവരുടെയും വിചാരം ഒറിജിനലി ഏതോ പുരാണ പുസ്തകത്തിലുള്ള ഒരു, അത് സന്തോഷ് ചേട്ടൻ സിമ്പിളായിട്ട് അങ്ങോട്ട് എഴുതി തന്നിട്ട് അങ്ങോട്ട് പോയതാ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. സുമതിയിലും ഞങ്ങളത് വീണ്ടും റിപ്പീറ്റ് ചെയ്തെന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു റേറ്റിന് ഓഡിയോ കമ്പനി നമ്മുടെ പാട്ടുകൾ എടുത്തു. അപ്പോൾ അതൊരു ഇതുണ്ട്, എനിക്ക് തോന്നുന്നില്ല പാട്ട് കേൾക്കാതെ തന്നെ അവർ ഓൾറെഡി ഓഫർ ചെയ്തു. പാട്ട് കേട്ടതിന് ശേഷം അവര് അതായത് നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ എവിടെയും പറഞ്ഞിട്ട് എക്സ്ക്ലൂസീവ് ഫോർ മീര നായർ അവര് അന്ന് പാട്ട് തുടങ്ങുന്ന മുന്നേ അവർ ഓഫർ ചെയ്ത പേയ്മെന്റിന്റെ ഇരട്ടി തുക തന്നിട്ട് ഞങ്ങളുടെ പാട്ടുകൾ അവർ പർച്ചേസ് ചെയ്തു. ഐ മീൻ കാരണം നമ്മളെ ഒരാള് അത്രയും ട്രസ്റ്റ് ചെയ്തൊരു എമൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ 100% ജസ്റ്റിസ് ചെയ്തു. ആൻഡ് ദേ ഓൾസോ ഇംപ്രസ്ഡ്. കാരണം ഒരുപാട് ലേയേഴ്സ് ഉണ്ട് നമ്മുടെ ഈ സുമതി വളവിലെ പാട്ട്. ഇങ്ങനെ മാളികപ്പുറത്തിന് പിന്നെയും അത്രയും ലേയേഴ്സ് കുറവാണ്. പക്ഷെ ഇതിൽ ഒരുപാട് ഓരോ ഈവൻ ആയിട്ടുള്ളൊരു പോക്കാണ് അതിൽ വരുന്ന ഗ്രാഫുകളാണ്. ഇത് അങ്ങനെയല്ല, ഇതിൽ കുറച്ച് എന്റെ കരിയറിനെ കുറിച്ച് അപ്പോഴേ പറഞ്ഞ പോലെ ഇങ്ങനെ കിടക്കുക. പക്ഷെ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞില്ലേ, രഞ്ജിൻ രാജ് അല്ല ഫോൺ നമ്പർ ഇതിങ്ങനെ ഓടണം ഇവിടെ ഇടയ്ക്കിടയ്ക്ക്. എന്നെ വിശ്വസിച്ച ആരെയും ഞാൻ നിരാശപ്പെടുത്തില്ല, അതിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ്. എനിക്ക് അത്രയും കോൺഫിഡൻ്റ് ആണ്, ഗ്യാരണ്ടീഡ് ആണ്. കാരണം അത്രയും നേരം നിരീശ്വരവാദിയായിരുന്നു ഞാൻ. 2 minutes ഇത് മറ്റു പല പ്രൊമോഷൻസിനും നമ്മൾ വെച്ച കാര്യങ്ങളാണ്. അയ്യോ എല്ലാം പോയില്ലേ, എല്ലാം എനിക്ക് കിട്ടി. സുമതി വളവ് ട്രിവാൻഡ്രത്തുള്ള സ്ഥലമാണ്. അതിൽ ഉണ്ടായിരുന്നേക്കുന്ന കുറച്ച് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഇവൻസിനെയാണ് നമ്മൾ ഈ സിനിമയിലേക്ക് എടുത്തേക്കുന്നത്. അപ്പോൾ പക്ഷെ ഞാൻ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, പിന്നെ അപ്പൊ ഉണ്ടാവാം ഗൈസ്, നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് അറിയാം, അത്രേ ഉള്ളൂ. ഞാൻ ഒന്നും വേറെ പറയുന്നത്, ഒരു ടൈം ആയപ്പോൾ ആളുടെ ബാത്റൂമിൽ നിന്ന് ഈ വെള്ളം വീണ സൗണ്ട്, ആ സൗണ്ട് ആൾ പറയുമ്പോൾ ഞാനും നമ്മളെല്ലാം ഫോക്കസ് ചെയ്തു. അപ്പോൾ ആ ശബ്ദം കേട്ട് ആൾ നേരെ ബാത്റൂമിലേക്ക് ചെല്ലുന്നു. ആൾ ആ വെള്ളം ഓഫ് ചെയ്ത് തിരിച്ച് ബെഡിലേക്ക് കിടക്കാനായിട്ട് വരുന്ന സമയത്ത് തറയിലൊരു ലേഡി കിടക്കും. ബൈ എൻഡ് ഓഫ് ദ ഡേ ഞാൻ നോക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ പടം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ. ആസ് ഐ സെഡ് ബിഫോർ, എന്നെ ഞാൻ ചെയ്തു വെച്ചിട്ട് കാണുമ്പോൾ ഇത് ത്രസിപ്പിക്കുന്നുണ്ടോ, അതായത് കേൾക്കുമ്പോൾ കിട്ടിയ അതേ ഇത് കാണുമ്പോൾ കിട്ടുന്നുണ്ടോ എന്നുള്ളത്